ഇന്ന് ചോപ്പറിൽ കട്ട് ചെയ്യാൻ പോകുന്നത് വീണ്ടും ക്യാബേജാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നൊരു വേറെ ബ്ലേഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരം കട്ട് ചെയ്യണ ബ്ലേഡ് അല്ല കേട്ടോ. ഇത് വേറെ ടൈപ്പ് ബ്ലേഡാണ്. അപ്പോൾ ഇതും കൊണ്ട് കട്ട് ചെയ്താൽ നല്ല എളുപ്പമുണ്ടെന്ന് എന്നോട് ആരോ പറഞ്ഞു. അപ്പം ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ ക്യാബേജ് വെട്ടി നുറുക്കി ഒന്നിച്ചേ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ക്രഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ക്രഷ് ആവുമെന്നൊക്കെയാണ് പറയേണ്ടത് കേട്ടോ. എന്തായാലും ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് ചെയ്യുന്നതാണല്ലോ. നമ്മുടെ പണി എളുപ്പം കഴിയണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ പണി എളുപ്പത്തിന് വേണ്ടി ചെയ്തത് എനിക്ക് മുട്ടപ്പണി കിട്ടിയെന്ന് തന്നെ പറയാം ഗൈസ്. വേറെ ഒന്നുമല്ല, അതിൻ്റെ അടിയിൽ മാത്രമേ കറങ്ങണുള്ളൂ, അത് മുകളിലേക്ക് കറങ്ങണില്ല. അങ്ങനെ ഒരു മുട്ടപ്പണി കിട്ടി. അപ്പോൾ ഞാൻ വേഗം അതെല്ലാം എടുത്തിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്ത് നോക്കിയപ്പോൾ അത് ആവണ്ട് കേട്ടോ. പക്ഷേ ഈ ക്രഷ് ചെയ്ത് അതെല്ലാം അരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അങ്ങനെ ക്യാബേജ് അരഞ്ഞതാണ് ഇപ്പോൾ എനിക്ക് കിട്ടാൻ പോണത് കേട്ടോ. അങ്ങനെ ഞാൻ അതെല്ലാം ക്രഷ് ചെയ്ത് ഞാൻ വീണ്ടും എടുത്ത് ഒന്നും കൂടി ഒന്ന് ഇളക്കിയൊന്ന് ഞാൻ രണ്ടാമത് ഇട്ട് നോക്കി. പക്ഷേ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടും ഈ മുകളിലുള്ളത് അതിൻ്റെ താഴത്തേക്ക് പോകണില്ല കേട്ടോ. താഴത്ത് തന്നെ കിടന്ന് അരഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അരഞ്ഞ് അതൊരു ചമ്മത്തി പരുവായെന്ന് പറയാം. എന്തായാലും ഞാനത് എടുത്ത് മാറ്റാൻ തന്നെ തീരുമാനിച്ചു. ഇനി കൂടുതൽ അരഞ്ഞു കഴിഞ്ഞാൽ പായസം പോലെയാകും. അതുകൊണ്ട് ഞാൻ അതെടുത്ത് മാറ്റിയിട്ടോ. അപ്പോൾ ഈ കട്ടാവാതെ മുകളിൽ തന്നെ ഇരുന്നത് ഞാൻ രണ്ടാമത് വേറെ ഇട്ടപ്പോൾ പെട്ടെന്ന് ക്രഷായി കിട്ടിയിട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷേ പണി എളുപ്പമാവാൻ വേണ്ടി ഞാൻ എല്ലാം കൂടി ഒന്നിച്ചിട്ടത് കൊണ്ട് എനിക്ക് മുട്ടൻ പണി കിട്ടിയെന്ന് തന്നെ പറയാം കേട്ടോ. അങ്ങനെ രണ്ടാമത് കിട്ടിയതാണ് നമ്മുടെ പാകം പരുവം.